വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിസിയോളജി ഓഫ് വിഷൻ എന്ന ടോപ്പിക്കിലെ ഫിസിയോളജി ഓഫ് ബൈനോക്കുലർ സിംഗിൾ വിഷൻ എന്ന ടോപ്പിക്കിൽ നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഫസ്റ്റ് ഗ്രേഡ് ഓഫ് ബൈനോക്കുലർ സിംഗിൾ വിഷൻ. ഓപ്ഷൻസ്: എ സൈമുൾട്ടേനിയസ് പെർസെപ്ഷൻ, ബി ഫ്യൂഷൻ, സി സ്റ്റീരിയോപ്സിസ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ സൈമുൾട്ടേനിയസ് പെർസെപ്ഷൻ ആണ് ബൈനോക്കുലർ സിംഗിൾ വിഷൻ്റെ ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറയുന്നത്. BSVക്ക് 3 ഗ്രേഡ്സ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് ഗ്രേഡാണ് സൈമുൾട്ടേനിയസ് പെർസെപ്ഷൻ, സെക്കൻഡ് ഗ്രേഡാണ് ഫ്യൂഷൻ, തേർഡ് ഗ്രേഡാണ് സ്റ്റീരിയോപ്സിസ്. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്. സൈമുൾട്ടേനിയസ് പെർസെപ്ഷൻ എക്സിസ്റ്റ് വെൻ signals transmitted from the two eyes to the visual cortex are perceived at the same time. The term simultaneous perception does not imply that both eyes see the same object and it transmit identical information to the visual center. Nor does it imply that the two pictures can be seen superimposed. It consists of power to see two dissimilar objects simultaneously. അതായത് സൈമുൾട്ടേനിയസ് പെർസെപ്ഷൻ എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ രണ്ട് കണ്ണിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽസ് സെയിം ടൈമിൽ എന്ത് ചെയ്യുക? വിഷ്വൽ കോർട്ടെക്സിൽ പെർസീവ് ചെയ്യുക. രണ്ട് കണ്ണും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡിസിമിലർ ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ സൈമുൾട്ടേനിയസ് ആയിട്ട് കാണാനുള്ള പവറാണ് സൈമുൾട്ടേനിയസ് പെർസെപ്ഷൻ. ഇവിടെ ഒബ്ജക്ട്സ് തമ്മിലുള്ള സൂപ്പർ ഇമ്പോസിഷനോ ഫ്യൂഷനോ ഒന്നും നടക്കുന്നില്ല. ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ്. നമ്മുടെ രണ്ട് കണ്ണിലേക്കും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിമുലസ് കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു കേജ് നമ്മൾ ഒരു കണ്ണിൽ സിഗ്നലായിട്ട് കൊടുക്കുകയാണെങ്കിൽ മറ്റേ കണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബേർഡ് കൊടുക്കുക. സൈമുൾട്ടേനിയസ് പെർസെപ്ഷൻ ഉള്ള ആൾക്ക് ആ കേജിൻ്റെ ഉള്ളിൽ ബേർഡ് നിൽക്കുന്നതായിട്ടുള്ള പോലെ കാണാൻ പറ്റും. നമുക്ക് സിനാപ്റ്റോഫോറൊക്കെ യൂസ് ചെയ്തിട്ട് ആ സ്ലൈഡ്സൊക്കെ അതിലുള്ള സ്ലൈഡ്സൊക്കെ യൂസ് ചെയ്ത് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എബിലിറ്റി ഓഫ് ദ ടു ഐസ് ടു പ്രൊഡ്യൂസ് എ കോമ്പോസിറ്റ് പിക്ചർ ഫ്രം ടു സിമിലർ പിക്ചേഴ്സ് ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇൻകംപ്ലീറ്റ് ഇൻ വൺ സ്മാൾ ഡീറ്റെയിൽ. ദ ഗ്രേഡ് ഓഫ് BSV ഈസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഫ്യൂഷൻ ആണ്. സൈമുൾട്ടേനിയസ് പെർസെപ്ഷനിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പിക്ചേഴ്സാണ് രണ്ട് കണ്ണിലും സ്റ്റിമുലസ് ആയി കൊടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ സെയിം പിക്ചർ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ പിക്ചേഴ്സ് എന്ത് ചെയ്യില്ല? കംപ്ലീറ്റ് ആയിരിക്കില്ല. എന്തെങ്കിലും ഒരു ഫീച്ചർ രണ്ട് കണ്ണിലും കൊടുക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. ഫ്യൂഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ രണ്ട് കണ്ണിനും സെയിം പിക്ചേഴ്സ് തന്നെയാണ് സ്റ്റിമുലസ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ ആ പിക്ചേഴ്സ് കണ്ടില്ലേ? ഒരു പിക്ചറിൽ റാബിറ്റിന് എന്തുണ്ട്? വാലുണ്ട്, പക്ഷേ കയ്യിൽ എന്തില്ല? ആ ഫ്ലവർ ഇല്ല. നെക്സ്റ്റ് പിക്ചറിൽ വാലില്ല, കയ്യിൽ ഫ്ലവർ ഉണ്ട്. നമ്മൾ കാണുമ്പോൾ ഫ്യൂഷനുള്ള ഒരാൾ അതെങ്ങനെയാണ് കാണുന്നത്? കയ്യിൽ ഫ്ലവറും പിന്നെ വാലും ഉള്ള എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പിക്ചറായിട്ടാണ് ഫ്യൂഷൻ പ്രസൻ്റ് ആയിട്ടുള്ള ആൾക്ക് കാണാൻ കഴിയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Stereopsis refers to visual appreciation of 3 dimensions during options: A monocular vision, B binocular vision, C both A and B, D none of these. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ബൈനോക്കുലർ വിഷൻ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റീരിയോപ്സിസ് എന്ന് പറയുന്നത് തേർഡ് ഗ്രേഡ് ഓഫ് ബൈനോക്കുലർ വിഷൻ ആണ്. Stereopsis implies the ability to obtain an impression of depth by superimposition of two pictures of the same object which have been taken from slight different angles. ഇവിടെ കാണിച്ച പോലെ രണ്ട് കണ്ണിനും സെയിം ആയിട്ടുള്ള പിക്ചേഴ്സാണ് കൊടുക്കുന്നത്. പക്ഷെ രണ്ടും ചെറിയൊരു ആംഗിൾ ഡിഫറൻസിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റീരിയോപ്സിസ് ഉള്ള ആൾക്കാണെങ്കിൽ ഈ രണ്ട് പിക്ചറും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കറക്റ്റ് ഡെപ്ത് പെർസീവ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റീരിയോപ്സിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, all are the advantages of binocular vision except options: A optical defects present in one eye are made less obvious by the normal image of the opposite eye, B presence of stereopsis, C the binocular field of vision is smaller than either field alone, D the second eye could be safety factor against partial or complete loss of vision in one eye. ഇതിൻ്റെ ആൻസർ എന്താണ്? ബൈനോക്കുലർ വിഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ സി മാത്രമാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ബൈനോക്കുലർ ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് ലാർജർ ദാൻ ഏതർ ഫീൽഡ് അലോൺ. നമ്മൾ മോണോക്കുലറായിട്ട് ഓരോ കണ്ണുകൊണ്ടും കാണുന്നതിനേക്കാൾ എത്രയോ വലുതായിരിക്കും, ലാർജർ ആയിരിക്കും ബൈനോക്കുലർ ഫീൽഡ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിക്വയർമെൻറ്റ് ഫോർ ദ നോർമൽ ബൈനോക്കുലർ വിഷൻ ഡെവലപ്മെൻറ്റ്. ഓപ്ഷൻസ്: എ പ്രോപ്പർ ഐ അലൈൻമെൻറ്റ്, ബി ഈക്വൽ ഇമാജ് ക്ലാരിറ്റി, സി പ്രസൻസ് ഓഫ് സെൻസറി ആൻഡ് മോട്ടോ ഫ്യൂഷൻ, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്.
നമുക്ക് നോർമൽ ബൈനോക്കുലർ വിഷൻ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഐ അലൈൻമെൻറ്റ് വേണം, ഈക്വൽ ഇമാജ് ക്ലാരിറ്റി വേണം, സെൻസറി ആൻഡ് മോട്ടോർ ഫ്യൂഷനും വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The sum total of points in physical space that stimulate corresponding retinal elements of the two eyes is called. Options: A. Horopter, B. Panham's area, C. Fusional area, D. None of these. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഹൊറോപ്റ്റർ ആണ്. ജസ്റ്റ് ഒരു പിക്ചർ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇവിടെ എഫ് എ ബി ഇവയൊക്കെ എന്താണ്? ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഫ് എ ബി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫിസിക്കൽ സ്പേസിലുള്ള പോയിൻറ്റ്സ് ആണ്. ഇവ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന റെറ്റിനൽ എലമെൻറ്റ്സ് ആണ്. ഒരു കണ്ണിലെ റൈറ്റ് ഐയിലെ ആണെങ്കിൽ F1 A1 B1, അതുപോലെ ലെഫ്റ്റ് ഐയിലെ F2 A2 B2. ഇതിൽ F1 കറസ്പോണ്ടിങ് ആയിട്ട് F2, A1 കറസ്പോണ്ടിങ് ആയിട്ട് A2, B1 കറസ്പോണ്ടിങ് ആയിട്ട് B2. ഇത്തരത്തിൽ കറസ്പോണ്ടിങ് റെറ്റിനൽ എലമെൻറ്റ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഫിസിക്കൽ സ്പേസിലെ എല്ലാ പോയിൻറ്റ്സിനെയും കൂടെ ഒരുമിച്ച് ചേർത്ത് പറയുന്ന ടേമാണ് ഹൊറോപ്റ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A point located closer than the horopter is imaged dash to the fovea in each eye and produce dash diplopia. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. A point located closer than the horopter is imaged temporal to the fovea in each eye and produce crossed diplopia. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ എ എന്ന് പറയുന്ന പോയിൻ്റ് ഹൊറോപ്റ്ററിനേക്കാൾ നമ്മളോട് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇത്തരത്തിൽ ഹൊറോപ്റ്ററിനേക്കാൾ ക്ലോസ് ആയിട്ട് നമ്മൾ ഒബ്ജക്ട്സ് വരുമ്പോൾ അതെവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മളെ ഫോവിയയുടെ ടെമ്പറൽ സൈഡിലാണ് ഇമാജ് ചെയ്യുന്നത്. അങ്ങനെ ടെമ്പറൽ സൈഡിൽ ഫോക്കസ് ചെയ്യുന്ന ഓരോ ഇമാജിനെയും നമ്മുടെ കണ്ണ് പെർസീവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് സൈഡിലാണ്. അതുകൊണ്ടാണ് അവിടെ ക്രോസ്ഡ് ഡിപ്ലോപ്പിയ വരുന്നത്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. ഇനി നെക്സ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് ഹൊറോപ്റ്ററിനേക്കാൾ കുറച്ചുകൂടെ ദൂരത്തുള്ള ബിയോണ്ട് ദി ഹൊറോപ്റ്റർ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ എ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എവിടെയാണ് ഇമാജ് പോയി ഫോക്കസ് ചെയ്യുന്നത്? ഓരോ കണ്ണിൻ്റെയും ഫോവിയയുടെ നേസൽ സൈഡിലാണ് പോയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഇമാജിനെ നമ്മൾ എവിടെയാണ് പെർസീവ് ചെയ്യുന്നത്? സെയിം സൈഡിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. സോ ഇവിടെ നമുക്ക് അൺക്രോസ്ഡ് ഡിപ്ലോപ്പിയാണ് കിട്ടുക. ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഹൊറോപ്റ്ററിനേക്കാൾ ക്ലോസർ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ ഇമാജ് ഫോക്കസ് ചെയ്യുന്നത് ടെമ്പറൽ സൈഡിലായിരിക്കും. അതുവഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിപ്ലോപ്പിയ അൺക്രോസ്ഡ് ആയിരിക്കും. എന്നാൽ നമ്മൾക്ക് കാണുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഹൊറോപ്റ്ററിനേക്കാൾ കുറച്ച് ദൂരത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണിൽ അത് ഫോക്കസ് ചെയ്യുന്നത് നേസൽ സൈഡിലായിരിക്കും. അതുവഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിപ്ലോപ്പിയ എന്ന് പറയുന്നത് അൺക്രോസ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the advantages of abnormal retinal correspondence. Options: A. It gives the patient a form of binocular single vision. B. It tends to stabilize the angle of the deviation. C. The patient has a better visual judgment. D. All of these. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളവയെല്ലാം അബ്നോർമൽ റെറ്റിനൽ കറസ്പോണ്ടൻസിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി എപ്പോഴാണ് ഈ അബ്നോർമൽ റെറ്റിനൽ കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ARC എന്ന് പറയാം ഇത് സംഭവിക്കുന്നത്? അതായത് നമ്മുടെ കണ്ണിൽ ഇയർലി ഓൺസെറ്റ് ഓഫ് സ്ക്വിൻ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കണ്ണ് ഡിപ്ലോപ്പിയെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു കോർട്ടിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തും. അങ്ങനെയാണ് നമുക്ക് അബ്നോർമൽ റെറ്റിനൽ കറസ്പോണ്ടൻസ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിനാപ്റ്റോഫോർ ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ്. ഓപ്ഷൻസ്: എ. സൈമൾട്ടേനിയസ് പെർസെപ്ഷൻ, ബി. ഫ്യൂഷൻ, സി. സ്റ്റീരിയോപ്സിസ്, ഡി. ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. ഇവയെല്ലാം ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സിനാപ്റ്റോഫോർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All the following tests are used to check stereopsis except options: A. Vectograph test, B. Ishihara's test, C. Random dot E test, D. Lung test. ഇതിൽ ഇഷിഹാര ടെസ്റ്റ് മാത്രമാണ് നമ്മൾ സ്റ്റീരിയോപ്സിസിന് യൂസ് ചെയ്യാത്തത്. നമ്മുടെ കളർ വിഷൻ ടെസ്റ്റാണ്. ബാക്കിയെല്ലാം സ്റ്റീരിയോപ്സിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റീരിയോപ്സിസ് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റുകൾ കൂടെ അറിഞ്ഞിരിക്കണം. നമുക്ക് സിനാപ്റ്റോഫോർ യൂസ് ചെയ്തിട്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് വെക്ടോഗ്രാഫ് ടെസ്റ്റ്. ഈ വെക്ടോഗ്രാഫ് ടെസ്റ്റ് എന്ന് പറയുന്നതിൽ ടിറ്റ്മസ് സ്റ്റീരിയോ ടെസ്റ്റ് വരുന്നുണ്ട്. അതിൽ തന്നെ ഫ്ലൈ ടെസ്റ്റ്, സർക്കിൾ ടെസ്റ്റ്, അനിമൽ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളുണ്ട്. പിന്നെ വേറൊരു മെത്തേഡ് ഓഫ് ടെസ്റ്റാണ് റാൻഡം ഡോട്ട് സ്റ്റീരിയോഗ്രാം ടെസ്റ്റ്. അതിൽ വരുന്നതാണ് റാൻഡം ഡോട്ട് ഇ ടെസ്റ്റ്, TNO റാൻഡം ഡോട്ട് ടെസ്റ്റ്, ലങ് ടെസ്റ്റ്, ഫ്രിസ്ബൈ ടെസ്റ്റ്, സ്റ്റീരിയോസ്കോപ്പിക് കോണ്ടേഴ്സ് ഇൻഡ്യൂസ്ഡ് ഒപ്റ്റോകൈനറ്റിക് നിസ്റ്റാഗ്മസ് ടെസ്റ്റ്. ഇതൊക്കെ ഈ റാൻഡം ഡോട്ട് സ്റ്റീരിയോഗ്രാം ടെസ്റ്റിൽ വരുന്നതാണ്. പിന്നെ വേറൊരു മെത്തേഡാണ് സിമ്പിൾ മോട്ടോർ ടാസ്ക് ടെസ്റ്റ് ബേസ്ഡ് ഓൺ സ്റ്റീരിയോപ്സിസ്, 2 പെൻസിൽ ടെസ്റ്റ് എന്നും പറയും.
സ്റ്റീരിയോപ്സിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ടെസ്റ്റുകളും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഫിസിയോളജി ഓഫ് ബൈനോക്കുലാർ സിംഗിൾ വിഷൻ എന്നുള്ള ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് BSVയുടെ ഗ്രേഡ്സ് ആണ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളറോയിഡ് സ്പെക്ടക്കിൾ ഡസ് നോട്ട് യൂസ്ഡ് ടു ചെക്ക് സ്റ്റീരിയോപ്സിസ് ബൈ ഓപ്ഷൻസ് എ ടിറ്റ്മസ് സ്റ്റീരിയോ ടെസ്റ്റ്, ബി റാൻഡം ഡോട്ട് ടി ടെസ്റ്റ്, സി TNO റാൻഡം ഡോട്ട് ടെസ്റ്റ്, ഡി ഫ്രിസ്ബൈ ടെസ്റ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഫ്രിസ്ബൈ ടെസ്റ്റ് ആണ്. ഫ്രിസ്ബൈ ടെസ്റ്റിൽ നമ്മൾ പോളറോയിഡ് സ്പെക്ടക്കിൾ യൂസ് ചെയ്യുന്നില്ല. ബാക്കി ടിറ്റ്മസ് സ്റ്റീരിയോ ടെസ്റ്റിലും റാൻഡം ഡോട്ട് ഈ ടെസ്റ്റിലും TNO റാൻഡം ഡോട്ട് ടെസ്റ്റിലും ഒക്കെ നമ്മൾ പോളറോയിഡ് സ്പെക്ടക്കിൾസ് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഫ്രിസ്ബൈ ടെസ്റ്റ് അതുപോലെ ലങ് ടെസ്റ്റ് LANG ഇതിലൊന്നും പോളറോയിഡ് സ്പെക്ടക്കിളിൻ്റെ യൂസ് വരുന്നില്ല. ഇനി DME 2023 ഈ ഒരു പാർട്ടിൽ നിന്നും വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. When the image on the retina fails to fall on the corresponding points, dash occurs. Options A myopia, B amblyopia, C diplopia, D hypermetropia. കറസ്പോണ്ടിങ് പോയിൻറ്റ്സിലല്ലാണ്ട് റെറ്റിനയിൽ ഇമാജസ് ഫോൾ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ഡിപ്ലോപ്പി ഉണ്ടാവും. നെക്സ്റ്റ്, സിനാപ്റ്റോഫോർ ഈസ് യൂസ്ഡ് ടു DHS 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മെഷർ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ആംഗിൾ ഓഫ് സ്ക്വിൻറ്റ്, B assess degrees of binocular single vision, C all of these, D none of these. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി all of the above ആണ്. ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ആംഗിൾ ഓഫ് സ്കിൻ്റെ മെഷർ ചെയ്യാനും ഡിഗ്രീസ് ഓഫ് ബൈനോക്കുലർ സിംഗിൾ വിഷൻ ആക്സസ് ചെയ്യാനും ഒക്കെ നമ്മൾ സിനാപ്റ്റോഫോർ യൂസ് ചെയ്യാം. നമ്മൾ സ്കിന്നിൻ്റെ ആംഗിളൊക്കെ അത് നമുക്ക് സ്ട്രാബിസ്മസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് വേറെ വരുന്നുണ്ട്, അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി. ഇനി DHSൽ 2019 തന്നെ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോവിങ് ആർ ഗ്രേഡ് ഓഫ് ബൈനോക്കുലാർ സിംഗിൾ വിഷൻ? ഓപ്ഷൻസ് എ സൈമൾട്ടേനിയസ് പെർസെപ്ഷൻ, ബി ഫ്യൂഷൻ, സി സ്റ്റീരിയോപ്സിസ്, ഡി ഓൾ ഓഫ് ദ എബോവ്. എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിസിയോളജി ഓഫ് ബൈനോക്കുലാർ വിഷൻ, ബൈനോക്കുലാർ സിംഗിൾ വിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ സിലബസിലെ നെക്സ്റ്റ് ടോപ്പിക്ക് ഫിസിയോളജി ഓഫ് അക്കോമഡേഷൻ ആൻഡ് കൺവേർജൻസ് എന്നുള്ള ടോപ്പിക്കാണ്. അതും കൂടെ കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയി. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കും. കുറച്ച് പേര് ഏതൊക്കെ ടെക്സ്റ്റുകളാണ് റെഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ ഇട്ട് കഴിഞ്ഞത് അനാട്ടമിയുടെയും ഇട്ടുകൊണ്ടിരിക്കുന്നത് ഫിസിയോളജി ഓഫ് ഐൻ്റെയും ടോപ്പിക്കിൽ വരുന്ന ക്ലാസ്സുകളാണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ഐ എന്ന് പറഞ്ഞ AK ഖുറാനയുടെ ടെക്സ്റ്റാണ്. എൻ്റെ കയ്യിലുള്ളത് 3rd എഡിഷനാണ്. ഇനി ഒപ്റ്റിക്സ് ആൻഡ് റിഫ്രാക്ഷന് വേണ്ടിയിട്ട് AK ഖുറാനയുടെ തന്നെ വേറൊരു ടെക്സ്റ്റ് ഉണ്ട്, തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഒപ്റ്റിക്സ് ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ്. പിന്നെ സ്ട്രാബിസ്മസിന് വേണ്ടിയിട്ട് പ്രദീപ് ശർമ്മയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട് 2nd എഡിഷൻ്റെ. പിന്നെ ഡിസീസസിന് വേണ്ടിയിട്ട് കോംപ്രഹെൻസീവ് ഓഫ്താൽമോളജി എന്ന് പറഞ്ഞാൽ AK ഖുറാനയുടെ തന്നെ ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ചെറിയൊരു റിവ്യൂ ഓഫ് ഓഫ്താൽമോളജി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റും ഉണ്ട്. ടെക്സ്റ്റായിട്ട് റെഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇവയൊക്കെയാണ്. ഇത് കൂടാണ്ട് ഗൂഗിൾ സ്ലൈഡുകളും ഒക്കെ നോക്കിയിട്ടാണ്. ചില ടോപ്പിക്കുകൾ നമുക്ക് ടെക്സ്റ്റിൽ അത്ര കൺവീനിയൻ്റ് ആയിട്ട് തോന്നില്ല, അപ്പം നമ്മൾ വേറെ മെത്തേഡ്സ് ഗൂഗിൾ സ്ലൈഡുകളോ PPTകളൊക്കെ നോക്കും. അപ്പോൾ അതൊക്കെ കൂടെ നോക്കിയിട്ടാണ് ക്ലാസ്സുകൾ ഇടുന്നത്. ഇനി ടെക്സ്റ്റുകൾ ഏതെങ്കിലും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കയ്യിൽ സിലബസ് ഉണ്ടല്ലോ, അപ്പോൾ ഓരോ ടോപ്പിക്കുകളും എന്ത് ചെയ്യുക, ജസ്റ്റ് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യുക, PPTകളോ സ്ലൈഡ് ഷെയറുകളൊക്കെ നോക്കി നിങ്ങൾക്ക് തന്നെ നോട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.